ഹനാൻ ഷായും താങ്കൾ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഹനാൻ ഷാ വെറും ഒരു മീഡിയേറ്റർ മാത്രമായി നിൽക്കുന്നു. പക്ഷേ താങ്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതിനുശേഷവും ഹനാൻ ഷാ പണം ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ നിലവിലെ പൈസയ്ക്ക് പുറമെ 25 ലക്ഷത്തിന് പുറമെ 50 ലക്ഷം എന്നാണ് കേട്ടത്. 50 ലക്ഷം അതെ 50 ലക്ഷം രൂപ കൂടി ഹനാൻ ഷാ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഹനാൻ ഷായും അബ്ദുൽ ഹക്കീമും ചേർന്ന് നടത്തിയിട്ടുള്ള നാടകമാണോ എന്ന് സംശയിക്കാം, അല്ലെങ്കിൽ ഹനാൻ ഷാ ഒരു മീഡിയേറ്റർ മാത്രമാണോ എന്ന് സംശയിക്കാം. തൽക്കാലം ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് നിർത്താം. ഇതിലേതായിരിക്കും ശരി? രണ്ട് രീതിയിലും ചിന്തിക്കുന്നുണ്ട് ഞാനും. അതായത് ഇതൊരു ക്ലാസിക് ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരാളൊരു സേവിയറായിട്ട് നിൽക്കുന്നു. ഇത് എനിക്ക് കൂടുതലും ഞാനത് പുഷ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഹക്കീം മറ്റൊരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് സിമിലർ കാര്യം ചെയ്തു. ആ സിമിലാരിറ്റി ഇവിടെയും വിസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫസ്റ്റ് സിനിമയിൽ ഇത്രയും തേജോധനം ചെയ്തിട്ട് എക്സ്റ്റോർട്ട് ചെയ്ത് 25 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി. ഹനാൻ ഹക്കീം ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ട് പോയെന്നാണ് ഹനാൻ്റെ സാമ. അത് കഴിഞ്ഞിട്ടും ഈ പറയുന്ന എക്സ്റ്റോർട്ട് ചെയ്ത വ്യക്തിയായിട്ട് ഇയാൾക്ക് സൗഹൃദം പുലർത്താൻ പറ്റിയോ? അങ്ങനെ സൗഹൃദം പുലർത്താൻ പറ്റുകയാണെങ്കിൽ അതിനകത്ത് എവിടെയും ഒരു മിസ്മാച്ച്നെസ് ഇല്ലേ?